വ്യാസപൗർണമി വ്രതശുദ്ധിയോടെ ആചരിക്കണം എന്ന് കരുതുന്നവർ 3 ദിവസം മുൻപേയെങ്കിലും മത്സ്യമാംസാദികളും മറ്റു ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കാതെ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കണം. ആഷാഢമാസത്തിലെ വ്യാസപൗർണമി ദിനം, അതായത് ജൂലൈ 10-ാം തീയതി വ്യാഴാഴ്ച, രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് നിത്യവും ചെയ്യുന്ന സന്ധ്യാവന്ദനാദികളൊക്കെ നിർവഹിച്ച് 5 തിരിയിട്ട് ഭദ്രദീപം തെളിയിച്ച് ഗുരുവിനും ഇഷ്ടമൂർത്തിക്കും കുറച്ച് പൂക്കളൊക്കെ കൊണ്ട് അർച്ചന നടത്തുക. അന്നേ ദിവസം ഗുരുക്കന്മാരുടെയും ഇഷ്ടമൂർത്തികളുടെയും ചിത്രങ്ങളിൽ ഓരോ പുഷ്പമാലകൾ ചാർത്താവുന്നതാണ്. അതിനുശേഷം ഗുരുഗീത, ഗുരോരഷ്ടകം എന്നിവയും പാരായണത്തിന് ഉപയോഗിക്കാവുന്നതാണ്. അന്നേ ദിവസം മഹാഗുരുക്കന്മാരുടെ ഏതു കൃതികളും പാരായണം ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് അടുത്തയാഴ്ച കർക്കിടക മാസം ആരംഭിക്കുകയാണല്ലോ. ആദ്യ കാവ്യമായ രാമായണം എല്ലാ ഗ്രഹങ്ങളിലും പാരായണം ചെയ്യാവുന്നതാണ്. ഇത് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സംശയം, അല്ലയോ സ്വാമി, കർക്കിടക മാസം ആരംഭിക്കാതെ രാമായണം വായിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. കർക്കിടക മാസമെന്നല്ല, എല്ലാ ദിവസവും ഏതു സമയവും. ഈ സമയത്തിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് രാത്രിയിൽ വായിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് രാത്രിയിൽ 12 മണിക്കാണ് രാമായണം വായിക്കാൻ സമയം കിട്ടുന്നതെന്ന് വരികിൽ ആ സമയത്തും രാമായണം വായിക്കാവുന്നതാണ്. ബ്രഹ്മസ്വരൂപമായ രാമായണത്തിന് ദേശകാല സമയപരിധികൾ ബാധകമല്ലെന്ന് അറിയുക. രാമായണ മാസത്തിലെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന വീഡിയോകൾ തുടർ ദിവസങ്ങളിൽ തുടർച്ചയായി ഉണ്ടാവുന്നതാണ്. ആ വീഡിയോകളൊക്കെയും അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീടുകളിലെ രാവിലെയുള്ള കർമ്മങ്ങളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞ് ഗുരുപൂർണിമ ദിവസം തൊട്ടടുത്ത് ആശ്രമങ്ങൾ ഉള്ളവർ അവിടെ സന്ദർശിക്കുന്നതായിരിക്കും ഉചിതം. അല്ലാത്തവർ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ദർശനം നടത്തി പ്രാർത്ഥിച്ച് യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കുക. ആദിഗുരുവും ആദിയോഗിയുമായ ജ്ഞാനത്തിൻ്റെ മൂർത്തി ദക്ഷിണാമൂർത്തിയായ പരമേശ്വരന് കൂവളത്തിന്മാല, പുറംവിളക്കിലെണ്ണ, ജലധാര എന്നിവയൊക്കെയും വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ തൃക്കൈവെണ്ണ, തുളസിമാല, പാൽപ്പായസം എന്നിവയും വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. ഗുരുപൂർണിമ ദിനം പ്രത്യേകിച്ച് പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ആയുർ സൂക്തം, ഐക്യമത്യ സൂക്തം, ഭാഗ്യസൂക്തം ഇത്യാദി സൂക്തങ്ങളെ കൊണ്ടുള്ള അർച്ചനകൾ വളരെ ശ്രേഷ്ഠമായി കരുതപ്പെടുന്നു. അടുത്ത് ദേവീക്ഷേത്രമോ മറ്റു ദേവതകളുടെ ക്ഷേത്രമോ ആണെങ്കിലും അവിടെയും പോകാവുന്നതാണ്. ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ് പ്രധാനം. കാരണം ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞതുപോലെ ഒരു ഗുരുവില്ലാത്തവർക്ക്, സ്വന്തം ഇഷ്ടദേവതയെ ഗുരുവായി കരുതി ഉപാസിക്കുന്നവർക്ക്, സാധന അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ഗുരുപൂർണിമ ദിനം തൻ്റെ ഗുരുവിനെ ദർശിക്കുന്ന അതേ ഭാവത്തിൽ ഇഷ്ടദേവതയെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ദർശിക്കേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് വ്യാഴാഴ്ചയും പൗർണമിയും ഒത്തുചേരുന്ന പുണ്യദിനത്തിൽ പൗർണമി ചന്ദ്രനിൽ നിന്നും ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതി, അതായത് വ്യാഴത്തിൽ നിന്നും ഒരുപാട് പോസിറ്റീവ് കാന്തിക എനർജികൾ ഭൂമിയിലേക്ക് പ്രവേശിക്കുകയും അത് ഷഡാധാര പ്രതിഷ്ഠയുള്ള പഞ്ചോപചാര പൂജ കൃത്യമായി നിർവഹിക്കുന്ന ക്ഷേത്രത്തിലേക്ക് താഴികക്കുടം വഴിയും കൊടിമരം വഴിയും ആ വിഗ്രഹത്തിലേക്ക് ആ ചൈതന്യം എത്തിച്ചേരുകയും അവിടെ എത്തി വ്രതശുദ്ധിയോടെ യഥാവിധി ദർശനം നടത്തുന്ന ഒരു ഭക്തനിലേക്ക് ആ ദേവചൈതന്യവും ആ ഗ്രഹചൈതന്യവും എത്തിച്ചേരുകയും ചെയ്യുന്നു. ഓർക്കുക, വ്രതശുദ്ധിയോടെ എന്നുള്ളത് പ്രധാനമാണ്.
ഗുരുപൂർണിമ ദിനത്തിന് 3 ദിവസം മുമ്പെങ്കിലും മത്സ്യമാംസാദികളും മറ്റു ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കാതെ ബ്രഹ്മചര്യ വ്രതം പാലിച്ചുകൊണ്ട് മനസ്സ വാച കർമ്മണ ശുദ്ധിയുള്ള ഒരു ഭക്തനിലേക്കാണ് ഈ ദേവചൈതന്യം പ്രവേശിക്കുന്നതെന്ന്, അനുഗ്രഹമുണ്ടാവുന്നതെന്ന് നിങ്ങൾ അറിയുക. ആശ്രമങ്ങളിലേക്ക് പോകുന്നവരും ഇതേ വ്രതശുദ്ധിയോടു കൂടി തന്നെ പോകുക. കാരണം ആശ്രമത്തിലിരിക്കുന്നത് ക്ഷേത്രത്തിലെ ദേവനേക്കാളും പ്രാധാന്യമുള്ള ആചാര്യനാണ്. ആശ്രമത്തിലെ മൂർത്തി എന്ന് പറയുന്നത് അവിടുത്തെ യതിവര്യൻ ആണ്. സാധന, അനുഷ്ഠാന, ഉപാസന പദ്ധതികളൊക്കെ ചെയ്ത് ഭൗതികമായ തൃഷ്ണകൾ ഒന്നും തന്നെ ഇല്ലാതെ ബ്രഹ്മലീനനായി കഴിയുന്ന മഹാത്മാവാണ് ആശ്രമത്തിലെ ഗുരു. ക്ഷേത്രവും ആശ്രമവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ക്ഷേത്രത്തിലിരിക്കുന്ന ദേവത അല്ലെങ്കിൽ വിഗ്രഹം പ്രത്യക്ഷത്തിൽ നമ്മളോട് പ്രതികരിക്കുന്ന ഇല്ല. നമ്മൾ പരാതിപ്പാട്ടുകൾ പാടുന്ന ഒരു കാര്യത്തിനും ഒരു പരിഹാരവും പ്രത്യക്ഷത്തിൽ നൽകാൻ ഒരു വിഗ്രഹത്തിനും ഒരു ദേവതയ്ക്കും സാധ്യമല്ലല്ലോ. നേരെ മറിച്ച് ആശ്രമത്തിലാണെങ്കിൽ നമ്മളെപ്പോലെ തന്നെ ഇരിക്കുന്ന സ്വരൂപ സിദ്ധനായ ഒരു ഗുരുവിന് നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കേൾക്കാനും അതിനു തക്കതായ പരിഹാരം പറഞ്ഞു തരാനും സാധിക്കും തീർച്ചയായും. കാരണം ദൃഷ്ടനഷ്ടമായ ഈ ലോകത്ത് നമ്മളെപ്പോലെ തന്നെ കഷ്ടപ്പെട്ട് ജീവിച്ച് അനുഭവ സമ്പത്ത് നേടി വിരക്തി വന്ന് ജ്ഞാനസ്വരൂപനായി കഴിയുന്നവനാണ് ആശ്രമ ഗുരു. ആ ഗുരുവിനറിയാം ജീവിതമെന്തെന്നും പ്രശ്നമെന്തെന്നും പരിഹാരമെന്തെന്നും വ്യക്തമായി. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ട്, സ്വാമീൻ, അങ്ങനെയുള്ള ഗുരുക്കന്മാർ ഈ കാലഘട്ടത്തിൽ ഉണ്ടോ എന്ന്. തീർച്ചയായും ഉണ്ട്. നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെയുള്ളവർ പണത്തിനും പ്രതാപത്തിനും പുറകിന് പോകാതെ എളിയ ജീവിതം നയിക്കുന്നവരും ഉയർന്ന ചിന്തയുള്ളവരും വലിയ അധ്വാനികളും ആയിരിക്കും. നമ്മൾക്ക് മുമുക്ഷുത്വവും മഹാപുരുഷ സംശ്രയവും എന്ന യോഗമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ തീർച്ചയായും കണ്ടെത്താൻ സാധിക്കും. ഗുരുപൂർണിമ ദിനം അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവർക്ക് അന്നവസ്ത്രാദികൾ ഒക്കെ നൽകി പാദപൂജ ചെയ്ത് ഉപദേശവും അനുഗ്രഹവും ഒക്കെ വാങ്ങുക. വളരെ ശ്രേഷ്ഠമായ ഗുരുപൂർണിമ ദിനം ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സദ്ഗുരുഭ്യോ നമഃ. ഹരി ഓം ഹരി ഓം ഹരി ഓം. ജയ് സീതാറാം. നിങ്ങളുടെ പ്രോത്സാഹനത്തിന് വളരെയധികം നന്ദിയുണ്ട്. ഓം ഗും ഗുരുഭ്യോ നമഃ.